നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ രക്തമൂറ്റി കുടിച്ച് ചണ്ടിയാക്കി രാഹുലിനെ മൂലലിരുത്താതെ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾക്ക് ഒരു സമാധാനവുമില്ല എന്ന് പറയേണ്ടി വരും. ഏറ്റവും ഒടുവിലായി രാഹുലിന് ഇപ്പോൾ ഒരു സ്ത്രീകളുടെ കൂടെ നടക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുന്ന സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് അത്രയും വലുതാണ് എന്ന് വേണം പറയാൻ. അതേസമയം തന്നെ മറുവശത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സൈബർ അംഗങ്ങളും അല്ലെങ്കിൽ സൈബർ ഇടങ്ങളും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ 8ാമത്തെ വീട് കോൺഗ്രസ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ച് നൽകുന്ന വീടാണോ? ഒരു ഗ്രൂപ്പ് അതായത് ഇതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ ഇതിൽ സ്പോൺസർഷിപ്പിൽ രാഹുൽ MLA നേതൃത്വത്തിൽ നൽകുന്ന വീട്. ആ വീടിന് തറക്കല്ലിടാനായിട്ട് വന്ന സിനിമാ നടിയുമൊത്ത് അല്ലെങ്കിൽ എനിക്കൊന്നും അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. ഒരു പക്ഷേ ഒരു സുഹൃത്തിനെ മറ്റൊരു സുഹൃത്തിനെ അറിയാമെന്ന രീതിയിൽ തൻവീർ റാം എന്ന് പറയുന്ന സിനിമാ നടിക്ക് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. ഒരു സുഹൃത്ത് ഈ പറയുന്ന ആരോപണം നേരത്തെ ആശമാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഞങ്ങളുടെ വേദിയിലേക്ക് സമരവേദിയിലേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹം ആരോപണ വിധേയനാണെന്നോ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ ഒന്നും ഞങ്ങൾ തിരക്കിയിട്ടില്ല, ഞങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അതറിയേണ്ട ആവശ്യവുമില്ല, അത് അദ്ദേഹത്തിന്റെ കാര്യമെന്ന് പറഞ്ഞു വരികയുണ്ടായി. അതുപോലെ ഇനി തൻവിയും അത് അങ്ങനെ വിട്ട് ഒരു നല്ല കർമ്മത്തിന് പങ്കുചേരാമെന്നുള്ള ഒരു ആലോചനയിൽ വന്നതുമായിരിക്കാം. പക്ഷെ അതിന് താഴെ വരുന്ന കമന്റുകൾ അത് തികച്ചും നമുക്ക് നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വാക്ക് പ്രയോഗങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഒരാണിനും പെണ്ണിനും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ കുട്ടി ഇപ്പോൾ ഇതാ ഉണ്ടാകുമെന്ന് പറയുന്ന തെറ്റായ ചിന്തിക്കുന്ന ആളുകളുടെ, സദാചാര ബോധമുള്ള ആളുകളുടെ ഒരു പെരുമഴയായിരുന്നു ആ കമന്റ് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ? ശ്രീജ, ശരിക്കും ഇത് ഒരു പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്നതൊന്നുമല്ല ഈ പറയുന്ന സഖാക്കന്മാർക്കും ഒക്കെ പ്രശ്നമായിട്ടുള്ളത്. കാരണം യൂത്ത് കോൺഗ്രസ് എന്തുകൊണ്ട് വയനാട് ഫണ്ട് മുക്കി എന്ന് പറഞ്ഞപ്പോഴും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടും മതി വരാതെ കാർന്നു തിന്നുമായിരുന്നു യൂത്ത് കോൺഗ്രസിനെ. അതിനിടയിലാണ് രാഹുൽ പാലക്കാട്ട് ഈ നടത്തുന്ന തേരോട്ടം 8ാമത്തെ വീടിൻ്റെ ഈ തറക്കല്ലിടിയിലാണ് ഇന്ന് നടന്നിരിക്കുന്നത്. കുറച്ച് മുമ്പാണ് നടന്നത്. അപ്പം 7 വീടുകളും നിർധനരായിട്ടുള്ള പാലക്കാടുകാർക്ക് വെച്ചു കൊടുക്കുക. അത് മറ്റൊരു സ്പോൺസർഷിപ്പിൽ രാഹുൽ കണ്ട് MLA ഫണ്ടിൽ നിന്നൊക്കെ എടുത്ത് നൽകുന്ന ഈ ഒരു വീടിൻ്റെ തറക്കല്ല് 100 വീടുകൾ എന്തോ ആണ് ആ ഒരു പദ്ധതി, ലൈഫ് ലൈൻ്റെ അല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി പ്രകാരം നല്ല ഒന്നാന്തരം വീടുകൾ നൽകുമ്പോൾ ഇത് കുരുപൊട്ടാതെ ഇരിക്കുമോ? അത് ഈ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്ന ആരാ? സിനിമാ താരങ്ങളെയാണ് കൊണ്ടുവരുന്നത്. ഇന്ന് കൊണ്ടുവരുന്നത് നടിമാരെയാണ്. നേരത്തെ ഒരു താരത്തെ സിനിമാ നടനെയായിരുന്നു, ഇന്ന് നടിയാണ്. തന്മയാണ് കൊണ്ടുവരുന്നത്. തന്മ നല്ല സുന്ദരിയായ ഒരു നടിയാണ്. അപ്പോൾ തന്മയെ കൊണ്ടുവരുന്നു. തന്മയെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഹഗ് ചെയ്യുമല്ല, ഇങ്ങനെ ജസ്റ്റ് തോളിൽ ഇങ്ങനെ തട്ടുന്നു, കൈ കൊടുക്കുന്നു. ഇതങ്ങോട്ട് കാണുന്ന സുന്ദരിയായ തന്മി പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കുകയും ഈ ഒരു തർക്കൽ ഇത് സഹിക്കുമോ സഖാക്കന്മാർക്കൊക്കെ? അങ്ങ് പെരുമഴയായിരുന്നു. പെരുമഴയെന്ന് പറഞ്ഞാൽ പോരാ, തോരാത്ത മഴയായിരുന്നു, രോദനങ്ങളായിരുന്നു കാണാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൽ പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് തഴമ്പിച്ച് അദ്ദേഹത്തിന് ഇതൊരു വിഷയമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തും മിസ്റ്റേക്കുകൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഉണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്ത് ഒരു ഭാഗം മിസ്റ്റേക്കുകളുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വകാര്യത എന്ന് പറഞ്ഞ ജീവിതമാണ്, അതിൽ പരാതിക്കാരിയില്ല. പക്ഷെ എന്നാലും മിസ്റ്റേക്കാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം കുറച്ചുകൂടെയൊക്കെ സംയമനം പാലിക്കേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ, രാഹുൽ എന്തോ ആയിക്കോട്ടെ, അത് അദ്ദേഹം സഹിച്ചോളൂ. പക്ഷേ ഈ കൂടെ വരുന്ന അദ്ദേഹം ഒരു MLA ആണ്. അദ്ദേഹം നാളെയും സിനിമാ പ്രവർത്തകരുടെ ഇടയിലും അല്ലാതെ സമൂഹത്തിൽ സ്ത്രീകളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കേണ്ടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം അടച്ചു മൂടിയിട്ടിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. അദ്ദേഹം രംഗത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി അദ്ദേഹത്തിന് സ്ത്രീകളോടൊപ്പം ഒക്കെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ആര് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിന്നാലും അപ്പോഴേ വളരെ വൃത്തികെട്ട കമൻറ്റുകളാണ്. തന്മി പിന്നെ പോട്ട് ഒരു ചെറുപ്പക്കാരിയാണെന്നെങ്കിലും ഞാൻ പറയാം. പക്ഷെ ഈ ആശാപ്രവർത്തകരുടെ സമരത്തിൽ രാഹുൽ വന്നു ഒരമ്മ, ശ്രീജ കണ്ടിരുന്നു, കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗം. ഈ കെട്ടിപ്പിടിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സഖാക്കന്മാർ, ചില ഞരമ്പ് സഖാക്കന്മാർ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ ഒന്നും പറയത്തില്ല, കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് എനിക്കിത് പറയാൻ പറ്റും. ഞാൻ ഒരിക്കൽ ഒരു ചർച്ചയിൽ പറഞ്ഞു, അതിനകത്ത് പറഞ്ഞ് ശ്രീജ ഇന്ന് കണ്ട കമൻറ്റുകളൊന്നുമല്ല, ആ അമ്മയെപ്പറ്റി പറഞ്ഞ ഇത് ഒരു പുരുഷൻ്റെ ചൂടിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രായം ചെന്ന ഒരമ്മ സ്വന്തം മകനെ പോലെ കാണും. ഇവരുടെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും ഒന്നുമില്ല. ഇങ്ങനൊന്നും അല്ല. അത് കമൻറ്റുകൾ വളരെ അങ്ങ് എക്സ്ട്രീം ലെവലിൽ കഴിഞ്ഞ ഒരു കമൻറ്റുകളാണ്. ഈ ഫെമിനിസ്റ്റുകളും സാംസ്കാരിക നായികമാരും ഒക്കെ എവിടെ പോയെന്ന്, ഇവന്മാരെയൊക്കെ തൂത്തെടുക്കേണ്ട സമയം കഴിഞ്ഞില്ല. ഇത്രയും
വൃത്തികെട്ട കമന്റുകൾ. ഈ അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഈ ആശാപ്രവർത്തകർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവര് അവരുടെ സഹോദരനെ പോലെ അല്ലെങ്കിൽ മകനെ പോലെയാണ് കാണുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഇതേ രീതിയിലാണ് കാണുന്നതെന്ന് കരുതി മറ്റുള്ള സ്ത്രീകളെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ ചോദിക്കും. കാരണം അത്രയ്ക്ക് വൃത്തികെട്ട ഭാഷയാണ്. ഒരുപക്ഷെ എൻ്റെ കണ്ണുപോലും നിറഞ്ഞുപോയി. ആ അമ്മയുടെ ഒരു സ്നേഹം രാഹുലിന്റെ മുകളിൽ കാണിക്കുകയും ഇടയ്ക്ക് അതിനേക്കാളും പ്രായം ചെന്ന ഒരു അമ്മയുടെ വീട്ടിൽ പോയി രാഹുൽ സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്തു. പക്ഷെ അവരൊക്കെ, നിങ്ങളൊന്ന് ചിന്തിക്കുക, രാഹുൽ മാങ്കൂട്ടത്തിനോട് നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവായിരിക്കും. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കാണുന്നത് നെഗറ്റീവായിട്ടാണ് എന്ന് കരുതി ആ വ്യക്തിയുടെ അമ്മയും സഹോദരിയും കാണുന്ന വേറൊരു കണ്ണിന്റെ കാഴ്ചയിലൂടെയാണ്. ആ വ്യക്തിയെ സ്നേഹിക്കുന്ന അമ്മമാരും സഹോദരിമാരും കാണുന്ന വേറൊരു കണ്ണിന്റെ കാഴ്ചയിലൂടെയാണ്. രാഹുൽ മാങ്കൂട്ടം എല്ലാ പെണ്ണുങ്ങളെ ഒരേ ദൃഷ്ടിയിലല്ല കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനോട് എങ്ങനെയൊക്കെയാണോ പെരുമാറിയത് അതേ പെരുമാറ്റം രാഹുലും കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു സഹോദരിയായിട്ടാണ് രാഹുൽ നിന്നിട്ടുള്ളതെങ്കിൽ ഒരു സഹോദരന്റെ സ്ഥാനം തന്നെ കൊടുത്തിട്ടുണ്ട്. കാമുകിയുടെ പരിവേഷം കെട്ടിയവർക്ക് കാമുകന്റെ പരിവേഷം കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഒരു സഹോദരനായിട്ട് കാണുന്ന ഒരു വ്യക്തി തിരിച്ച് ഒരു കാമുകിയായിട്ട് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ബന്ധം മുമ്പോട്ട് വളർത്താൻ പറ്റില്ലല്ലോ. നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യത്തില്ലേ? അപ്പൊ രാഹുൽ അങ്ങ് ഭയങ്കര ഞരമ്പ് രോഗി എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ആക്ഷേപിക്കുന്ന സ്ത്രീകളെയും കൂടിയാണ്, ഈ കേരളത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളെയാണ്. കാരണം ഇന്ന് രാഹുലിന് ഏറെ പിന്തുണയുള്ളത് പാലക്കാട് ഭൂരിപക്ഷം സ്ത്രീകളാണ്. ഈ കേരളത്തിലെ ഭൂരിപക്ഷ സ്ത്രീകളാണ്. ഇവിടെയാണ് രാഹുലിന്റെ വിജയം. രാഹുലിനെ പുരുഷന്മാരല്ല അംഗീകരിക്കുന്നത്, സ്ത്രീകളാണ് അംഗീകരിക്കുന്നത്. കാരണം ഇവിടെ രാഹുലിന്റെ ഇര എന്ന് പറയുന്നത് പെൺകുട്ടികളെ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ അതിനെ വിമർശിക്കുന്നത്? സ്ത്രീകൾ അതെന്തുകൊണ്ടാണ് രാഹുലിനെതിരെ തിരിയാത്തത്? കാരണം ബോധമുണ്ട്, മലയാളികളായ സ്ത്രീകൾക്ക് ബോധമുണ്ട്, എവിടെയാണ് തെറ്റ് എവിടെയാണ് ശരി എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധമുണ്ട്. അതുകൊണ്ടാണ് രാഹുലിനെ ഭയമില്ലാണ്ട് സ്ത്രീകൾ ചേർത്ത് പിടിക്കുന്നത്, അരികത്ത് നിൽക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, ഉമ്മ കൊടുക്കുന്നത്, ഈ പറയുന്ന സെൽഫി എടുക്കുന്നത്. കുഞ്ഞു പെൺകുട്ടികൾ മുതൽ, ഈ കൊച്ചു പെൺകുട്ടികൾ മുതലാണ് ഇവർ ഈ സൈബർ അറ്റാക്ക് നേരിടുന്നത്. ഇന്ന് തന്മി ഒരു നടിയാണ്. അവര് ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഷോൾഡറിനകത്ത് ചേർത്ത് പിടിച്ചു കൈ കൊടുക്കുന്നു. സ്വാഭാവികം, നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ചിലർ ചേർത്ത് പിടിക്കും. അങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് കെട്ടിപ്പിടിച്ച് ഹഗ്ഗും കൂടെ ചെയ്യും. എന്തായാലും ഇവിടെ പിന്നെ ഇച്ചിരി ഇതിന് തന്മി നല്ല രീതിയിലാണ് സാരിയൊക്കെ ഉടുത്ത്, ചില നടിമാരെ പോലെ അത് ഇതൊന്നും കാണിച്ചില്ല, നല്ല രീതിയിൽ സാരിയൊക്കെ ഉടുത്ത്. പക്ഷെ ആ എടുത്ത ക്യാമറമാൻ എന്ത് ചെയ്യും അറിയാലോ, ഇപ്പോഴത്തെ യൂട്യൂബ് ക്യാമറമാൻസൊക്കെ ഈ സാരി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉടുക്കുമ്പോൾ ഈ വയറിൻ്റെ ഭാഗം നമ്മളൊന്നും കാണത്തില്ല. പക്ഷെ അത് അറിഞ്ഞുകൊണ്ടല്ല, തന്മി നന്നായിട്ട് തന്നെ സാരി അതൊക്കെ കാണിച്ചു. അതിന് വരെ നെഗറ്റീവ് കമൻറ്റുകളാണ്. എന്ത് വൃത്തികെട്ട ഭാഷയിലുള്ള കമൻറ്റുകൾ. ഇത്രത്തോളം രാഹുലിനെ ക്രൂശിക്കുമ്പോൾ വേദി പങ്കിടാൻ വിസമ്മതിക്കുന്ന കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ള ഒന്നാണ്. ഇതിനേക്കാൾ അപ്പുറം ആരോപണമല്ല, പരാതി ഉയർത്തിയ ഇപ്പോഴും കേസിൽ നിലനിൽക്കുന്ന വേടൻ ഇന്ന് സംസ്ഥാന ചലച്ചിത്ര അവാർഡും കൊടുത്ത് വേദി പങ്കിടുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേ? കോൺഗ്രസ്സുകാർ ഇത്രയും അയിത്തം രാഹുലിന് കാണിക്കുന്നുണ്ടല്ലോ. അപ്പം എന്തുകൊണ്ടാണ് വേടനെ ഇന്നലെ കൂടി ഒരു സംസ്ഥാന സർക്കാരിന്റെ പൊതുവേദിയിലാണ്, അതായത് CPM-ന്റെ പൊതുവേദിയല്ല, സർക്കാർ എന്ന് പറയുന്നത് എന്താണ്? ജനമാണ് സർക്കാർ എന്ന് പറയുന്നത്. സർക്കാരിന്റെ പൊതുവേദിയിൽ, അതും ജനങ്ങളുടെ നികുതി പണം കൊണ്ട്. അപ്പം സർക്കാരിന്റെ പൊതുവേദിയിൽ LDF സർക്കാർ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്ന വ്യക്തി ആരാണ്? അപ്പൊ അത്രത്തോളം ഒന്നും രാഹുലില്ലല്ലോ. രാഹുലിന് പരാതിക്കാരിയില്ല, ഇതുവരെ കേസെടുത്ത് ഒരു ലോക്കൽ പെറ്റി കേസ് പോലും ഇല്ല, FIR ഇല്ല, യാതൊന്നുമില്ല. ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചത്. കേരളത്തിന്റെ ഏറ്റവും വലിയ വകുപ്പാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് പോലും ഒരു തെളിവോ രേഖയോ ഇല്ലാതെ ഇപ്പോഴും സ്ലീപ്പർ സെല്ലിൽ കിടക്കുന്ന രാഹുലിന്റെ കേസ് ഒരു വിചാരണ പോലും നേരിടാത്ത രാഹുലിന്റെ കേസാണോ, അതോ വേടൻ ഇപ്പോഴും കോടതിയിൽ നിന്ന് ജാമ്യം വാങ്ങി നിൽക്കുന്ന വേടന്റെ കേസിലെ വേടനെയാണോ നിങ്ങൾക്ക് പ്രാധാന്യം? ഈ കോൺഗ്രസ്സുകാർ ഇതൊന്ന് ചിന്തിക്കുക. വേടനെ ഇന്നലെ അവാർഡ് കിട്ടിയാൽ അനുമോദിച്ച കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കളോടും കൂടാണ്. മഹിളാ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ അവഗണിച്ച, രാഹുലിനെതിരെ തിരിഞ്ഞിട്ടുള്ള, ഇന്നലെ ഞാനൊരു യൂത്ത് കോൺഗ്രസിലെ ഇപ്പോൾ കൗൺസിലറായിട്ട് മത്സരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞ സ്ത്രീകൾക്കെതിരെയുള്ള ഏത് ഇതിനും ഞാൻ പ്രതികരിക്കും.
തീരുമാനിക്കുമെന്ന്. അപ്പോൾ ആ നേതാവിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ട് LDF സർക്കാരിനെതിരെ സ്വന്തം സർക്കാർ ഈ സർക്കാരിന്, അതായത് CPM-നെതിരെ ഈ വേടനെ കൊണ്ടുവന്ന് വേദിയിൽ നിർത്തിയതിന് സംസ്ഥാന അവാർഡ് കൊടുത്തതിന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പോൾ അതൊരു നീതി രാഹുലിനും മറ്റത്. ഇത് വേറൊന്നുമല്ല, നല്ലൊരു യുവ നേതാവ് യൂത്ത് കോൺഗ്രസ് ചുവട് വെച്ച് വന്നപ്പോൾ അതങ്ങോട്ട് രസിക്കാതെ എങ്ങനെയെങ്കിലും, അത് പണ്ട് കാലത്ത് രാഷ്ട്രീയ പാർട്ടിയിൽ നടന്നിട്ടുണ്ട്, സ്വന്തം പാർട്ടിയെ അടിച്ചമർത്തുന്ന രീതി, അത് തന്നെയാണ് രാഹുലിന്റെ വിഷയത്തിൽ വന്നത്. വേടന്റെ വിഷയത്തിൽ ഒന്നാലോചിച്ച് തന്ത്രമൊന്നും അറിയില്ലടാ. ഏത് കയ്യിലിരിക്കുന്ന ശരിയാണ്, കയ്യിലിരിക്കുന്ന സ്വഭാവത്തെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയില്ല, അറിയത്തില്ല. കുടിച്ച കള്ളം ഒന്നും പറയില്ല, കള്ളം പറഞ്ഞിട്ടില്ല വേടൻ. പക്ഷെ ഇത് മറുനാടൻ പറഞ്ഞത് ഇത് പിണറായിക്കിട്ടുള്ള ഒരു കുട്ടാണെന്ന്. അപ്പൊ അത്തരത്തിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന് ഇപ്പൊ ഒരു അവാർഡും കൊടുത്ത് ഇപ്പൊ സ്വന്തം മോനെ പോലെ കൊണ്ടുവന്ന് വളർത്തിയെടുക്കുന്ന, കഞ്ചാവ് വലിക്കുന്ന, വെള്ളം അടിച്ച് സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ രാഹുല് വെച്ചടി കയറത്തുള്ളൂ. രാഹുല് ഒരു പക്ഷേ ഇനി ഒരിക്കലും ഒരു നേതാവായിട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റയാൾ പോരാട്ടമാണ് രാഹുൽ നടത്തിയത്. രാഹുലിന്റെ കൂടെ വേടനുള്ള സപ്പോർട്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പോലും രാഹുലിന് ഇല്ലായിരുന്നു. രാഹുൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ വീട്ടിൽ അടച്ചുകൂടിയിരുന്നത് ഒരു പക്ഷേ ആ അമ്മയുടെ പ്രാർത്ഥന, ആ പെങ്ങടെ പ്രാർത്ഥന ഒക്കെ കൊണ്ടായിരിക്കും. തെറ്റുകളുണ്ട്, മനുഷ്യന് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്, തെറ്റുകളുണ്ട്. അത് അയാളുടെ സ്വകാര്യ ജീവിതം. എന്നാലും അത് സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം തുറന്നു പറയും. അദ്ദേഹം തിരുത്തേണ്ടുന്നത് തിരുത്തുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് സൂചനകളും വരുന്നത്. അപ്പോൾ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും പറയാനില്ല. എല്ലാ മനുഷ്യർക്കും തെറ്റുകൾ സംഭവിക്കാത്ത ആരാണ്? അവരൊക്കെ മന്ത്രിതലങ്ങളിലൊക്കെ വിലസി ഇരിപ്പുണ്ട്. അപ്പം ആരുടെയും ജീവനൊന്നും എടുത്തിട്ടില്ലല്ലോ, ആരെയും കൊല വിളിച്ചിട്ടില്ല, ആരെയും കട്ടുമോട്ടിച്ചൊന്നും നടന്നിട്ടില്ലല്ലോ. അപ്പം ഇത്തരത്തിൽ രാഹുലിനെതിരെയുള്ള ഈ ഒരു കുപ്രചരണങ്ങളിൽ രാഹുൽ തന്നെയാണ് ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ട് കയറി വരുന്നത്. അതങ്ങോട്ട് സഹിക്കുന്നില്ല. രാഹുൽ ഇനി സ്വതന്ത്രനായിട്ട് പാലക്കാട് നിന്നാലും ജയിക്കും, തൂത്തുവാരും. കാരണം നിരവധി വീടുകൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന്. പാലക്കാട് വീണ്ടും സജീവമാവുകയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും രാഹുലിന്റെ കൂടെ ഒരമ്മയ്ക്കോ ഒരു കുട്ടിക്കോ ഒരു പെങ്ങൾക്കോ, പെണ്ണെന്ന് പറയുന്ന വർഗം എന്ന് വേണമെങ്കിൽ പറയാം, ആ വർഗത്തിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് അധികകാലം മുന്നോട്ട് പോകില്ലെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു. ഇല്ല, ഇത് അധികകാലമല്ല, ഇത് ആയുഷ്കാലം കാണും. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അധപ്പതനം, അന്നു മുതലുള്ള അധപ്പതനം, സ്ത്രീകളെ ആക്ഷേപിക്കുക, സ്ത്രീപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അധപതനമാണ്. സ്ത്രീകൾക്ക് ആക്ഷേപം നേരിടുന്ന എന്തും ചെയ്യുക എന്നുള്ള. ഇതിൽ എഴുതിയിരിക്കുന്ന ആൾക്കാരുടെ വാചകം നോക്കുമ്പോൾ, അവരുടെ പ്രൊഫൈൽ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഫുള്ള് സഖാക്കന്മാരാണ്. എങ്ങനെ ഇതൊക്കെ സ്വന്തം വീട്ടിലെ അമ്മയും പെങ്ങളെയും കുഞ്ഞുമക്കളും ഒക്കെ വെച്ചിരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ എന്തിനാണ് മറ്റുള്ള സ്ത്രീകളെ ആക്ഷേപിക്കുന്നത്? അത് ഒന്നും അറിയാത്ത സ്ത്രീകൾ. ഈ അമ്മ ആശാപ്രവർത്തകരിലെ ആ പ്രായം ചെന്ന അമ്മ എന്ത് തെറ്റ് ചെയ്തു? ആ ആശാപ്രവർത്തകർ എന്ത് തെറ്റ് ചെയ്തു? ഇന്ന് വന്ന ഈ പറയുന്ന നടി എന്ത് തെറ്റ് ചെയ്തു? ഈ പറയുന്ന അന്നത്തെ വീട്ടിൽ പോയ ഒരു അമ്മൂമ്മ അവരെന്ത് തെറ്റ് ചെയ്തു? ഇത്രയും സ്ത്രീകളെ ആക്ഷേപിക്കുന്ന ഒരു പ്രസ്ഥാനം വേറെ ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും അത് അവര് ആയുഷ്കാലം മൊത്തം തുടരും. അതായത് അധികം പ്രസ്ഥാനം എന്താണ് അണയാൻ അധികം ദിവസം വേണ്ട എന്ന് പലരും പറയുന്നുമുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ ഏത് വിധത്തിലും തളർത്താൻ ശ്രമിക്കുന്നവർ ഒന്ന് ഓർക്കുക. ഒരു പക്ഷെ രാഹുൽ ഇതൊക്കെ തന്നെ കേൾക്കാതെയൊക്കെ പോയിട്ടുണ്ടാകാം. പക്ഷെ അതിനപ്പുറം നിൽക്കുന്ന സ്ത്രീ ഒരു പക്ഷേ മിണ്ടാതെ തിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇത്രയും ധൈര്യത്തോടു കൂടി തനിക്ക് സൈബർ അറ്റാക്ക് നേരിടുമെന്ന് ഉറപ്പായിട്ട് പോലും ഈ ഒരു ഘട്ടത്തിൽ രാഹുലിനോടൊപ്പം നിൽക്കാൻ ഒരു സ്ത്രീ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ധൈര്യം മാത്രം നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുകയില്ല. നമസ്കാരം.